നമസ്കാരം. ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ഏങ്ങണ്ടിയൂർ ഏത്തായി ഭാഗത്ത് കനത്ത വെള്ളക്കെട്ട്. നിരവധി വീട്ടുകാർ ദുരിതത്തിലായി. ഹൈവേ നിർമ്മാണത്തെ തുടർന്ന് MI മിഷൻ ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ കൽവട്ട് അടച്ചുപൂട്ടിയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായത്. ഇവിടേക്ക് വെള്ളം എത്തിച്ചേരുന്ന കൈത്തോടുകൾ നിറഞ്ഞതോടെയാണ് ഏത്തായി ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത്. ഏത്തായി സെന്ററിന് സമീപം പറവറമ്പിൽ ഹരീഷ്, മഹേഷ്, മനോജ് എന്നിവരുടെ വീടിന്റെ പരിസരത്താണ് വെള്ളം കൂടുതലായി കെട്ടിനിൽക്കുന്നത്. 4 ദിവസത്തിലേറെയായി വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം അസഹ്യമായ ദുർഗന്ധമാണ്. കൊതുകുകളും കൂത്താടികളും നിറഞ്ഞത് മൂലം പകർച്ചവ്യാധി ഭീഷണിയുമുണ്ട്. കുടിവെള്ള സ്രോതസ്സുകളും മലിനമായി. പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടിയായില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. ദിവസങ്ങളായി വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം പ്രദേശത്തുള്ളവർക്ക് ശൗചാലയം ഉപയോഗിക്കാൻ പറ്റാതായി. സമീപത്തുള്ള LP സ്കൂളും പരിസരവും വെള്ളക്കെട്ടിലാണ്. അടിയന്തരമായി വെള്ളം ഒഴുക്കിക്കളയാനുള്ള നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. തൃപ്രയാർ ബീച്ച് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തൃപ്രയാർ ബീച്ച് റോഡിൽ വിവേകാനന്ദ ഗ്രാമം നഗറിലാണ് വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ കാറ്റിലാണ് ഞാവൽ മരം വൈദ്യുതി ലൈനിലേക്ക് വീണത്. 4 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. ഈ സമയത്ത് യാത്രക്കാരില്ലാത്തതുമൂലം വൻ അപകടമാണ് ഒഴിവായത്. ലൈൻ കമ്പികളും പോസ്റ്റുകളും മരവും റോഡിനു കുറുകെ കിടന്നത് മൂലം 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടിക ഫയർഫോഴ്സ് എത്തി സ്റ്റേഷൻ ഓഫീസർ PK ശരത്തിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി. KSEB അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. കേരള കാർഷിക സർവകലാശാലയും കൃഷിവകുപ്പും സംയുക്തമായി നെൽ കർഷകർക്കായുള്ള മേഖല സെമിനാർ ശാസ്ത്രീയ സമീപനം നെൽകൃഷിയിൽ എന്ന വിഷയത്തിൽ കാഞ്ഞാണി സിംല മാളിൽ വെച്ച് സംഘടിപ്പിച്ചു. കോൾ നിലങ്ങളിലെ നെല്ലുൽപാദനത്തിലുണ്ടായ ഗണ്യമായ കുറവിന് പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കുകയും ശാസ്ത്രീയ സമീപനത്തിലൂടെ എങ്ങനെ കോൾ കൃഷി കൂടുതൽ ലാഭകരമാക്കാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോൾ കർഷക സംഘം പ്രതിനിധികളായ രാജേന്ദ്ര ബാബു, സുബ്രഹ്മണ്യൻ, മോഹനൻ തുടങ്ങിയവരും ADA ക്വാളിറ്റി കൺട്രോൾ ഡോക്ടർ വിവൽ C, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ VG സുനിൽ, അശ്വതി കൃഷ്ണ R എന്നിവർ സംസാരിച്ചു. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ A ലത, വെള്ളാനിക്കര കാർഷിക കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബെറിൻ പത്രോസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ശാസ്ത്രീയ നെൽകൃഷിക്കായുള്ള പ്രോട്ടോകോളുകൾ കർഷകർക്ക് പ്രസ്തുത പരിപാടിയിൽ വിതരണം ചെയ്തു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ തിരുനാളിന് ഇടവക വികാരി ഫാദർ ജോസ് ചാലക്കൽ കൊടിയേറ്റി. ജൂലൈ 24, 25 തീയതികളിലാണ് തിരുനാൾ. തിരുനാളിനോടനുബന്ധിച്ച് 24-ന് വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം കൂടുതുറക്കൽ കർമ്മം ഉണ്ടാകും. തിരുനാൾ ദിവസം 25-ന് രാവിലെ 6-നും 8-നും വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടാകും. 10 മണിക്കുള്ള ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോസ് എടക്കളത്തോർ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ലതീഞ്ഞ്, നൊവേന, തിരുനാൾ പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവയുണ്ടാകും. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി, ജനറൽ കൺവീനർ KK സേവ്യർ, ട്രസ്റ്റിമാരായ സാബു മാളിയേക്കൽ, വിൽസൺ പള്ളിക്കുന്നത്ത്, ജോസഫ് TL, ആന്റണി വടക്കേത്തല എന്നിവർ നേതൃത്വം നൽകും. എടമട്ടം റെസിഡന്റ് അസോസിയേഷനും കൃഷിഭവനും സംയുക്തമായി ചെറുധാന്യ കൃഷിയെക്കുറിച്ച് ക്ലാസ് നടത്തി. പാരമ്പര്യ കർഷകനായ KT ജോൺസൺ നേതൃത്വം നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് സുജിന്ത് പുല്ലാറ്റ് അധ്യക്ഷനായി. വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ ചെറുധാന്യ കൃഷിയുടെ കാലിക പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ കൃഷിമുറകളെക്കുറിച്ചും ക്ലാസ് എടുത്തു. ശാസ്ത്രീയ കൃഷി രീതികൾ അവലംബിച്ച് കൃഷി ചെയ്യുന്ന അസോസിയേഷന്റെ പ്രത്യേക ക്ഷണപ്രകാരം എത്തിച്ചേർന്ന മേഖലയിലെ പ്രമുഖ കർഷകനായ മനോജ് കുമാർ അനുഭവങ്ങൾ പങ്കുവച്ചു. കാലവർഷത്തിന് ശേഷം അനുകൂലമായ കാലാവസ്ഥയിൽ 2 കൃഷിയിടങ്ങളിലായി മില്ലറ്റ് കൃഷി ആരംഭിക്കുവാൻ യോഗം ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. കൃഷി കോർഡിനേറ്റർമാരായ KT ജോൺസൺ, മുരളി തയ്യിൽ, രാജേന്ദ്ര ബാബു എന്നിവരെയും മുഖ്യ ഉപദേഷ്ടാവായി മനോജ് കുമാറിനെയും യോഗം തെരഞ്ഞെടുത്തു. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC ജനറൽ സെക്രട്ടറി KK ബാബു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ VG അശോകൻ, KB ജയറാം, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, ജനപ്രതിനിധികളായ സൈമൺ തെക്കത്ത്, ബീന സേവ്യർ, പുഷ്പ വിശ്വംഭരൻ, ജിഷ സുരേന്ദ്രൻ, കവിത രാമചന്ദ്രൻ, ജിൻസി മരിയ തോമസ്, സെൽജി ഷാജു, ഷോയ് നാരായണൻ, CN പ്രഭാകരൻ, വാസു വളാഞ്ചേരി, സത്യൻ കളരിക്കൽ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.